പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വന്നിരിക്കുന്നത് 7 days സർവൈവൽ അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഒരു ഗെയിമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇത് കളിക്കാൻ മുഹമ്മദ് ഉണ്ട്. ഹലോ മുഹമ്മദ്, എവിടെ? ഇതെന്നടാ നീ ഒന്ന് റീസ്പോടിക്ക്. എടാ നമ്മൾ രണ്ടുപേരായിട്ടാ പോണ്ടേ, അല്ലാണ്ട് മാറി മാറി അല്ല പോണ്ടേ. എടാ പാടാ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. അയ്യോ, ഞാൻ തന്നെ കയറിപ്പോയി. ഓ വീണ്ടും അങ്ങനെ വന്നു. നീ എന്ത് ആ ബെസ്റ്റ്, നീ കയറാണ്ടാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. ആ നീ കയറി ബാ. ആ ബാ 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 എന്റെ പുറവാ ബാ 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 പെട്ടെന്ന് വാടാ. ഞാൻ കേറി കൂട്ടോ നീ വന്നില്ലെങ്കി. ബാ വാടാ, ചൂടൊക്കെ പിന്നെ തീരുമാനിക്കാം. ബാ, പണ്ടാറേക്ക് എത്തുമ്പോ തണുപ്പായിക്കോളും. ബാ നീ ഇങ്ങോട്ട് വാ അത്രേ ഉള്ളൂ, നമ്മള് കേറി. നമ്മൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഒരു കുടില് നമ്മൾ നിർമ്മിക്കണം, മനസ്സിലായോ? ആ ഹെലികോപ്റ്റർ പറന്ന് നമ്മള് മുകളിലെത്തി. എനിക്ക് ആവലിന് ഇടിക്കാനുള്ള അവസരം പോയി അല്ലേ? ക്യാമലോ ഗെയിം എങ്ങനെയാന്ന് മനസ്സിലായോ? ഞാൻ ഒരു വട്ടം കളിച്ചു നോക്കിയിട്ടുണ്ട്. വാ, ഇത് നമുക്ക് ഷവല് തന്നേക്കണുണ്ടോ? ഷവല് ആ ബാ, ഇങ്ങോട്ട് വാ. ഷവല് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ മാന്ത്. അതാണ് ഇപ്പൊ പറഞ്ഞേക്കണേ. നമുക്ക് രണ്ടുപേർക്ക് വേണ്ടി താമസിക്കാൻ ഒരു കുടില് നിർമ്മിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഞാനാ കഷ്ടപ്പെടുന്ന, നീയല്ല. ഞാൻ മകളൊക്കെ ഷേപ്പ് ചെയ്യാം, നീ കുഴിക്കുന്ന ഷേപ്പ് ചെയ്യാം. പക്ഷെ എനിക്കാട്ടോ പണി കൂടുതല്. ഷേപ്പ് ചെയ്യാന്ന് പറഞ്ഞ നിസ്സാര കേസല്ല. ആ എടാ പണിയടാ. നിങ്ങളുണ്ടല്ലോ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക കേട്ടോ. ബാ ഇനി വാ ബാ ബാ അവിടെ കിടക്കണം. മരം വെട്ടാൻ പറയണോ? ബാ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. അധികം കംപ്ലീറ്റ് പഴംപൊരി തിന്നട്ടെ. പഴംപൊരി തിന്നാൻ കുഴപ്പമില്ല. മരം വെട്ടാൻ കാണിക്കുന്നുണ്ടോ? ആ മരത്തിന്റെ അങ്ങോട്ട് പോകും. ഞാൻ ഫസ്റ്റ് ജയിക്കും. ഞാൻ മരം വെട്ടിക്കൊണ്ട് നീക്ക് തരില്ല.
അങ്ങനെ വെട്ടണ ഇപ്പോ. ആ വെട്ടണ. മരം വെട്ടി. എടി ഞാൻ 81 കിലോ ആയി. ആ എനിക്ക് തണുക്കാൻ തുടങ്ങി. ബാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നല്ല രസമുണ്ട്. നല്ല രസമില്ലേ? അതാ പറഞ്ഞെങ്കിൽ. നല്ല ചൂടുണ്ട്. ആ തീ തീർന്നു. ബാ നമുക്ക് ഈ മരം കൊണ്ട് വീട്ടിൽ പോണം. നീ വേറെ പോയി മരം വെട്ട്, വേറെ മരം വെട്ട്. നിന്റെ ക്രിസ്മസ് അപ്പാപ്പന്റെ വണ്ടി എടുത്തോണ്ട് വേറെ പോയി മരം വെട്ട്. എടാ നിന്റെ ക്രിസ്മസ് അപ്പാപ്പന്റെ വണ്ടി എടുക്കടാ. ഈ മരമില്ലേ നമുക്കുണ്ടല്ലോ, നമ്മുടെ വീടിനുള്ളിൽ കയറ്റി വെച്ചാലോ? രാത്രി വല്ല ആരെങ്കിലും കട്ടോണ്ട് പോയ പണിട്ടു. ഞാൻ വീടിന്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഈ മരം വരണം. ഒരു മരം വെട്ടാനാണോ നിനക്ക് ഇത്ര നേരം? മരം വെട്ടാണ്ട് മരത്തിന്റെ ചേല് നോക്കിക്കൊണ്ടിരുന്ന മരം മുറിയൂല. ഞാൻ നിന്റെ തലമണ്ടയിലൊക്കെ ഞാൻ മരം വെട്ടിട്ടുണ്ട്. എടാ ഇങ്ങോട്ട് വാ, നിനക്ക് തണുക്കുവാ. ബാ നിനക്ക് തണുക്കുവാ. ബാ എനിക്ക് തണുക്കാറേ. എന്നാ ഇരിക്ക്. ഞാൻ തിരി. അയ്യോ രാത്രി. ബാ എടുത്തോണ്ട് വാ. ബാ സാധനം കൊണ്ട് വാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോണം. ഇങ്ങോട്ട് വാ. വാടാ. കുറുക്കം വരൂട്ടോ, കുറുക്കം വരൂട്ടോ. ആ കഴുത്തും പറിക്കാൻ പറ്റില്ല, നമ്മളെ പിടിച്ചീനും. ലീവോ? ആ നീ എങ്ങോട്ടേക്ക് കയറി പോണേ? എടാ ഈ സാധനം ഡ്രോപ്പ് ചെയ്യ, ഈ സാധനം ഊരി വയ്ക്ക്. ആ സാധനം ഊരി വയ്ക്കാൻ. ആ ഊരി വെച്ചോ. നീ സ്ലീപ്പ് വെക്ക്, സ്ലീപ്പ് ബെഡിൽ പിടിച്ചേക്കിട്ട് സ്ലീപ്പ് വെക്ക്. അതിലൂടെ ബെഡില്ലല്ലോ. പിന്നെ പിന്നെ അതീ പിടിച്ച് നെക്ക്. എടാ ദേടാ നിന്റെനകത്ത് പോയി പിടിച്ച് വെക്കടാ. അവിടെ കിടക്കണ ബെഡില്. ഈ സാധനത്തിൽ താഴെ നക്ക്, താഴെ നക്ക്. എന്നാ കത്തിക്കട്ടെ. അവിടെ ഇപ്പൊ കണ്ടോ ബെഡ് താഴെ? ഈ സാധനത്തിൽ പിടിച്ചേക്ക്. ആ ഒരു പച്ച, ആ സാധനത്തിൽ പിടിച്ചേക്ക്. അപ്പൊ സൈഡില് സ്ലീപ്പ് കാണിക്കും. നല്ല തണുപ്പുണ്ട്. സൈഡില് ആ സ്ലീപ്പിൽ പിടിച്ചേക്ക്. സൈഡില് അതിൽ പിടിച്ചേക്കുമ്പോ ഞാൻ കിടന്നു കേട്ടോ. നീ ഉറങ്ങ. ആ അങ്ങനെ അങ്ങനെ. അൽഹംദുലില്ലാ.
നമുക്ക് എന്തായാലും ഇനി നേരെ വണ്ടി എടുത്ത് വിടണം. നീ നിന്റെ വണ്ടി എടുക്ക്, ഈ വണ്ടി എടുക്ക്. പോവല്ലേ നീ എന്നെ കൂട്ടാൻ നടക്ക്. ആ വണ്ടി എടുക്ക്. എനിക്ക് അയാളെ വിളിക്കുന്ന വണ്ടി എടുത്താലേ കാര്യം നോക്കുള്ളൂ. ഇനി നേരെ നമ്മൾ പോണം അവര് കാണിക്കുന്ന വഴി. ബാ ഹലോ, ബാടാ ഇങ്ങോട്ട്. വരുവാണാവേ എന്നെ കാണാവോ? ഇപ്പം ആശ്രയം പഠിക്കും. നീ അവിടെ നിക്കുവാ. രണ്ടാമത്തെ ദിവസമായിട്ടോ സീനാവും. ഓ അറിയില്ലായിരുന്നു. രണ്ടാമത്തെ പോകാം. നമുക്കുണ്ട് രാത്രി ആവണതിന് മുമ്പ് വീട്ടിൽ കയറണം. അല്ലെങ്കിൽ ജീവി വന്ന് പിടിച്ചിരുന്നു. നമുക്കിന്ന് കുഴിക്കാട്ടോ വീട് കുഴിക്കാനൊന്നും പറ്റില്ല. വലുതാക്കാം നമുക്ക്. ഇനി വലുതാക്കാൻ നമുക്കൊരു മരം വെക്കാനോ? ബാ മരം പെട്ടെ, എനിക്ക് തണുക്കുവാ. എനിക്ക് തണുപ്പ് ഓടുക. നീ ഇങ്ങനെയാണോ അങ്ങനെ ജെറ്റ് വിട്ട പോലെ പോണേ? ഞാൻ വിറച്ച് മരിക്കും. ഞാനിപ്പോ വിറച്ച് മരിക്കും. വാ 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 വാ. ഈ പണ്ടാരത്തിനൊന്നും ഡ്രോപ്പ് ചെയ്യട്ടെ. ഞാൻ മരിക്കോളാ. ആ കത്തിച്ചു. ഓ ഹൈറായി. ഞാനിപ്പോ മരിച്ചേനെ. സത്യം ഇനിയോ? ആ ഇപ്പൊ മരിച്ചേനെ. ഹലോ ബാക്കി ഡോക്കി. ഞാനാണ് ബെനോമി. എടാ മരം പെട്ടല്ലേ? മതി ബാ, നമുക്ക് പോവാ. നമ്മുടെ സമയം പോവാ. ബാ ഫുള്ളായോ? ബാ സമയം പോവാ. എന്റെ പുറകോ. നിന്റെ സാധനം എടുക്കാൻ വേണ്ട. അയ്യോ തീർക്കാൻ മറന്നു. ഈ മണ്ടന്മാര് ചാർക്കോളായി പോയത്. പെട്ടെന്ന് നമുക്ക് ആവശ്യത്തിന് ഫുഡും ആവശ്യത്തിന് സംഭവം കളക്ട് ചെയ്യാളെ. ബാ വണ്ടി ഇവിടെ നിർത്തും. നമ്മളത് ഈ സാധനം കണ്ടോ, ഈ ഡ്രില്ലർ നിന്റെ അവിടെ കാണിച്ചേക്കണ അവിടെ പ്ലേസ് ചെയ്യും. അതായത് ഡ്രില്ലെന്ന് പറഞ്ഞ കൊട്ടണുണ്ടോ അവിടെ പിടിച്ചത്. എനിക്ക് അറിയാതെ ഞാൻ ഡ്രില്ല് ചെയ്തോണ്ടിരിക്കുക. അത് നിക്ക്. എന്ത് കുഴിയുള്ള? കുഴിയുണ്ട്. നിന്റെ മീൻ എനിക്കും തരുമോ? നീ പിടിക്കുന്ന മീൻ എനിക്കും തരുമോ? എന്റെ കുഴിഞ്ഞു. എനിക്ക് ഞാൻ നോക്കട്ടെ, അതൊക്കെ പിന്നെ ആലോചിക്കാം. എന്റെ കുഴിഞ്ഞു. ഇനി എന്താ ചെയ്യണ്ട? ഇനി നമ്മൾ കയ്യിലേക്ക് ചൂണ്ടുണ്ട് ഈ സാധനം, അതെടുത്തിട്ട് നെക്കല്ലോ. നെക്ക് പിടി. എനിക്ക് തണുക്കണോ? അയ്യോ എനിക്ക് തണുക്കണ്. അയ്യോ പണ്ടാരത്തണപ്പ്. മര്യാദക്ക് മരം പെട്ടി തണുത്തിട്ട് വന്നാ പോരായിരുന്നു. ഹലോ അതെങ്ങനെ കത്തിക്കണേ? ആ സൈഡിലുള്ള ഒരു ഇരുമ്പ് സാധനം കണ്ടോ, അത് പിടിച്ചേക്ക്. കത്തുള്ളല്ലേ ഈ പണ്ടാരം മരം. ഇങ്ങോട്ട് വാ. മരിച്ച പണിയാ. ചാകല്ലേ, നമുക്ക് 7 ദിവസം സർവൈവ് ചെയ്യണം. രാത്രിയാണോ? എത്ര മണി? 12 മണി ആയുള്ളൂ. രാത്രി ഒന്നും ആയിട്ടില്ല. ഞാൻ എന്റെ ഫുള്ളാക്കിട്ടവനുള്ളൂ.
1 മണിയായി, 1 മണി. ഉച്ചയ്ക്ക് 1 മണിയായി. ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഹങ്കർ ലെവൽ നോക്കട്ടോ. ഹങ്കർ ലെവൽ നോക്കണം, നല്ലതായിരിക്കും. അയ്യോ, ഇപ്പൊ കുഴി പോയനെ. എങ്ങനെ മീൻ ഇട്ട് കൊടുത്തു. എനിക്ക് മീനൊന്നും കിട്ടണല്ലോ. മീൻ കിട്ടുമ്പോ മാളിൽ എഴുതി കാണിക്കൂലോ. ആ കിട്ടിയോ? അതെങ്ങനെ കിട്ടിയേ? അതൊക്കെ കിട്ടും നമുക്ക്. പക്ഷെ എനിക്ക് മൊത്തം കിട്ടിയില്ല. എടാ മീൻ അവിടെയല്ല കൊണ്ടുവരണ്ടേ. പിന്നെ എനിക്ക് മീനെ കിട്ടി. മീനെ അവിടെ കൊണ്ട് തിന്നല്ലേ. ഇവിടെ ഇട മീൻ ആദ്യം. എവിടെ? ഈ സ്ഥലത്ത്, ഈ നമ്മുടെ ഇവിടെ ഡ്രോപ്പ് ഫിഷ്. നീ അതിനെ തിന്നാൻ നോക്കിയോ? എനിക്ക് മീനെ പൊരിച്ചു കിട്ടി. എന്നാ ഇതിനെ തിന്ന്. പിന്നീട് എനിക്ക് അടുത്ത മീനെ കിട്ടി. ഞാൻ മൊത്തം കടിച്ചെന്ന് പറഞ്ഞു. നിനക്ക് വേണോ? എന്നതാ? ഞാൻ 2 മീൻ പിടിച്ചു. അയ്യോ, ഞാൻ മീൻ പൊരിച്ചു. ഞാൻ വറുത്തുതരാം. അയ്യോ, എനിക്ക് ഞാൻ എൻ്റെ മീനെ കൊണ്ട് വറക്കട്ടെ. എനിക്ക് കിട്ടി, മീനെ കിട്ടി. ഈറ്റ്. ഹങ്കർലേല് ഫുള്ളാവളല്ലോ. ഫുള്ളായി. മീനെ പിടി. ഞാൻ വറുത്തു. ഞാൻ തിന്നട്ടെ. കിട്ടി. എനിക്ക് അടുത്ത മീനെ കിട്ടി. പിന്നെ മീൻ വരാത്തിന് ഞാൻ ഫിഷ് പോയി. അയ്യോ, ചത്തു. ഞാൻ ചാവേണ്ടായിരുന്നു. അയ്യോ, എനിക്ക് തണുക്കാൻ തുടങ്ങി. അയ്യോ, എനിക്ക് തണുക്കണം. നിനക്ക് തണുക്കണമെന്നില്ല കേട്ടോ. സത്യമായിട്ട് എനിക്ക് തണുക്കണം. ഞാൻ ഇപ്പൊ മരിക്കും. എനിക്ക് തണുക്കൊന്നുമില്ല. ഞാൻ കണ്ടായിരുന്നു നിന്റെ ലെവല്. ഞാൻ പോവാ. നീ പോയി മീനൊക്കെ പിടി. അത്രേ ഉള്ളു. നമ്മളെ ജീവിക്കണ്ടേ നമുക്ക്. എടാ നീ മീൻ പിടി, ഞാൻ തടി വെട്ടാം. അങ്ങനെ ഐഡിയ. കൊള്ളാം. നിന്റെ വണ്ടിയില് നീ തടി കൊണ്ടുപോയി എന്റെ വണ്ടിയിൽ ഞാൻ മീൻ കൊണ്ടുപോവാ. എല്ലാരും ലൈക്ക് ചെയ്ത്. മീൻ കിട്ടി. എനിക്ക് മീൻ കിട്ടി. തടിക്ക് തന്നെ 100 കിലോയാ. പിന്നെ നമുക്ക് 2 മീൻ കിട്ടി. ഞാൻ മരമൊക്കെ വെട്ടിട്ടുണ്ടേ. മീനെടുത്തു. പക്ഷെ മരം എടുക്കാൻ പറ്റുള്ളല്ലോ. ഞാൻ മീനിന് ഒരു മീൻ ചാടിപ്പോയി. ഉള്ളിലേക്കോ? അറിഞ്ഞാടാ കിട്ടി. ഞാൻ എന്റെ വണ്ടിയില് ഞാൻ ഇത് കേട്ടിട്ടുണ്ടേ. മീനാ? നീ എന്റെ വണ്ടിയിലോട്ട് കയറ്റി മീൻ? 2 വണ്ടിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് മീൻ. ഇതെടുക്കണം. ബാ ഇങ്ങോട്ട് വാ. അയ്യോ, രാത്രി. കൊഴപ്പില്ല. ആരിലും നമുക്ക് വെട്ടിക്കൊല്ല. നമ്മളിലും ഉണ്ടല്ലോ. അതൊന്നും വെച്ച് വെട്ടിക്കൊല്ലാൻ പറ്റില്ല. 28 സെൽഷ്യസാ ചൂട്, അല്ല തണുപ്പ്. എന്റെ ഫുള്ളായി. ഞാൻ പോയി മരം എടുത്തോണ്ട് വണ്ടി എടുത്തോണ്ട് പോവാം. എനിക്ക് ഈ മരം കേട്ടട്ടെ.
ഗെയിമൊക്കെ ഒന്ന് സ്റ്റക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പെടുന്നോ. ബാടാ നീ എന്തേ? ഞാനിവിടെ ചൂടുകൊണ്ടിരിക്കുക. നീ പച്ചമീൻ തിന്നൂലേ? രാവിലെ ആയി. നിന്റെ ഹെൽത്ത് പോയിട്ടുണ്ട്. നീ പച്ചമീൻ തിന്നു. ഞാനിപ്പോ മരിക്കാൻ ചാൻസ് ഉണ്ട്. അതിനാ ഞാനിപ്പോ ഫീൽഡായി. ഫീൽഡോ? അയ്യോ നിന്റെ ഹെൽത്ത് നീ ഇപ്പൊ ചാകും. പെട്ടെന്ന് വാ നിക്ക്. ഫുള്ള് ഗോൾഡ് പിടിച്ചിട്ട് പോയാൽ മതിട്ടോ. ഫുള്ള് പോട്ടെ. എന്റെ ലെവല് ഉള്ളു കുറഞ്ഞു. ഞാൻ ഇപ്പൊ മരിക്കണ്ടേ. നിനക്ക് തിന്നാനൊന്നുമില്ല. എടാ ഇതെടാ മീൻവാല്. ഈ മീൻ തിന്ന്. എടീ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടാണ് മീൻ തിന്ന്. ആ താഴെ കിടക്കാൻ മീൻ തിന്ന്. വാ. എനിക്ക് വീട്ടിൽ പോണം. രാവിലെ ആയോ? രാവിലെ നമുക്ക് ഇനി മീൻ പിടിക്കാൻ പോവാം. വാ പെട്ടെന്ന് വാ. ഒരാള് മീൻ പിടിക്കേ, ഒരാള് മരം വെട്ട്. അത്രേ നമുക്ക് മരം വെട്ടി കൂട്ടാം. എടാ നീ മീൻ പിടിക്കും, ഞാൻ മരം വെട്ടാം. ഞാൻ മരം വെട്ടാം. നീ മീൻ പിടി, ഞാൻ മരം വെട്ടാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോ കത്തിക്കാലോ. അപ്പൊ രണ്ടുപേരും നീ പോയി മീൻ പിടിക്കും. നീ മീൻ വിട്ട് അല്ല മീൻ പിടിക്കും. ഇച്ചിരി തണുപ്പ് കുറവുണ്ട്. പക്ഷെ 23 സെൽഷ്യസാ. ഹലോ വാ. അയ്യോ എനിക്ക് തണുക്കാൻ തുടങ്ങി. ഞാൻ വീട് തീർക്കും. ഭാഗ്യം ഒരു തടിയും കൊണ്ട് വന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചത്തേനെ. ഒരു തടിയുള്ളൂ. തടിയും കൊണ്ട് വരാം അങ്ങോട്ട്. പക്ഷെ തടി എടുക്കാൻ പറ്റുള്ളല്ലോ. അയ്യോ തടി കത്തി തീർന്നു പോയി. അങ്ങനെയൊന്നും വരില്ലടാവേ. എടീ തടിയെല്ലാം ഉണ്ടല്ലോ പീസാക്കല്ലേ. എന്നിട്ട് നമുക്ക് വീട്ടിൽ കയറ്റിയാം. ഞാനുണ്ടല്ലോ ഈ തടി കഷ്ണം വീട്ടിൽ കയറ്റിക്കാം. ഈ കുടില് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടു. ഞാൻ വീടൊന്നും നോക്കണ്ട. ഞാൻ വലുതാക്കാൻ പോവാ. അതാ വലുതാക്കാൻ പറ്റില്ല. ഇനി സ്ലീപ്പ് കൊടുക്ക. എടാ സ്ലീപ്പ് കൊടുക്ക. കണ്ടോ നിന്റെ ചൂട് തണുപ്പെല്ലാം മാറിയില്ലേ? വാ ഇങ്ങോട്ട് വാടാ. നീ അവിടേക്ക് ഞാൻ മീൻ പൊരിക്കാം. നല്ല ചൂട് മീനെ. അയ്യോ മീൻ പൊരിക്കാൻ നേരത്തും തീയോട്ട് പോയി. ഞാനല്ല ദേ ഉള്ളി കിടക്കണ തടി എടുക്കടാ. ഞാൻ അതാ പറഞ്ഞേ തടിയില്ല. നീ ചെയ്താൻ പറഞ്ഞു. അപ്പൊ തടി എടുക്കണ്ടാവോ? 4 മണിയായി.
അത് ചൂടുള്ള 8 മണി. എടാ പൊരിച്ച മീനാ, പൊരിച്ച മീൻ. മീൻ്റെ പാട്ടുണ്ടായിരുന്നൂടാ. തീർന്നു. അയ്യോ എടാ മരം വെട്ട്. എളം പോയി വണ്ടിയിടിച്ചിട്ടൊക്കെ. ഞാൻ പന്നു മരം വെട്ട്. മരവും ഇല്ല. എടേ അയ്യോ മരമൊക്കെ ഇവിടുത്തെ മൊത്തം മരം നീ വെട്ടിയോ? എനിക്ക് വിശക്കുന്നു. നീ ഇവിടുത്തെ മൊത്തം മരം വെട്ടിയോ? ആ അവിടെ വീട്ടിലൊരു മീൻ പൊരിച്ചു വെച്ചിട്ടുണ്ടോ? നീ അത് പോയി എടുത്തിട്ട് തിന്നോ. ഞാൻ പോയി മരം വെട്ടിയിട്ട് വരാം. ഇവിടെ ചുള്ളിക്കമ്പോ കിടപ്പട്ടോ. എടാ അവിടെ ഒരു മീൻ പൊരിച്ചിട്ടിട്ടുണ്ട്. പച്ചമീൻ തിന്നില്ലട്ടോ. ഇവിടെ ഒരു തടി കിടപ്പുണ്ട്. എന്നാ തടിയെടുത്ത് കത്തിക്ക്. ഞാൻ വേറെ മരം വെട്ടിക്കൊണ്ടുവരാ. എടാ ഇന്ന് വൈകുന്നേരം എന്തോ ഒത്തേക്കുണ്ടാവുന്ന നമ്മള് വെട്ടൂലേ? എനിക്ക് പേടിയാവാ. അതിനൊക്കെ പേടിയാവൂടാ. അയ്യോ എനിക്ക് പേടിയാവണു. എടാ ഞാൻ എന്താ തിന്നണു? ഞാൻ മീൻ തിന്നു. അയ്യോ എന്റെ ഹങ്കർ ലെവല്. ഞാൻ ഇപ്പൊ ചാകും. ഒരു മീനും കൊണ്ടുവാ. ചാകും. ഞാൻ തണുത്തു വരച്ചു. അയ്യോ ഞാൻ ചത്ത്. അയ്യോ ഞാൻ ചത്ത്. അയ്യോ എനിക്ക് കളിക്കണു. 9 റോബക്സ് കൊടുക്കാൻ പറ്റൂല. പക്ഷേ ഞാൻ ചത്തിട്ടാ. റോബക്സ് കൊടുക്കാൻ റോബക്സ് ഇല്ല. എന്നാ നമുക്ക് ഒന്നുകൂടി കളിക്കാലോ. അത് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഞാൻ മടുത്തു. നീ പോയി സാധനം മേടിച്ചു കൊടുത്തിട്ട് വാ. പൈസ ഞാനൊന്ന് ഔട്ടറോ പറയട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മുമ്പ് നടക്കുന്നത് കഷ്ടപ്പെടുന്നത്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ബെസ്റ്റ്. നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ചെയ്യാൻ ആവശ്യമുള്ളവരൊക്കെ ചെയ്യുക. ഇത്രയുള്ള വീഡിയോ. ബൈ ഗായ്സ്. ആപ്പിളും